ഹായ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തൊക്കെ സൈക്കോളജി ആയിട്ട് പോയാലും റിസർച്ച് എന്നൊരു പേപ്പറും ഈ IVDV എന്ന സാധനവും നമ്മൾ പോവില്ല. അപ്പൊ IV എന്താണ്, DV എന്താണെന്നുള്ള ഒരു ഇൻഡെപ്ത് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഏത് ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഏതൊക്കെയായിരുന്നു? പോപ്പുലേഷൻ, സാമ്പിള്, പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാനൊരു സെഷൻ ആയിട്ട് തന്നെ എടുത്തതെന്ന് വിചാരിച്ചത്. വേരിയബിൾസ് നമ്മൾ സ്റ്റഡിക്ക് ഉപയോഗിക്കുന്ന ഇവന്റോ പേഴ്സണോ ഏതൊരു സിറ്റുവേഷനോ എന്തുമാകാം എന്ത് വേരിയബിൾസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതാട്ടോ. നോക്കിയേ, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കാരണം അക്കാഡമിക് പെർഫോമൻസ് ലോ ആകുമോ? കേട്ടോ, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കാരണം അക്കാഡമിക് പെർഫോമൻസ് ലോ. ഇതില് ഈ സ്ട്രെസ്, ആൻസൈറ്റി, അക്കാഡമിക് പെർഫോമൻസ് ലോ ആവുന്നു ഇന്ത്യൻ സ്ത്രീകളിൽ, ഇന്ത്യൻ വിമൻ. ഇവിടെ വിമൻ, ഇന്ത്യൻ വിമൻ എന്താണ്? പോപ്പുലേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ട്രെസ്സും ആൻസൈറ്റിയും അക്കാഡമിക് പെർഫോമൻസ് ആണ് ഇവിടെ വേരിയബിൾസ്. എന്തൊക്കെയാണ്? നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്ന ടോപ്പിക്സ്, അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. നോക്കിയേ, ബിസൈഡ്സ് ദ above yet another important term that we need to discuss is variable. Okay, variable means something that varies. Variable എന്നുള്ള പേരൊന്നും varies. സ്ട്രെസ് വാരി ചെയ്യും, കുറയും, സ്റ്റേബിൾ ആവും. ആൻസൈറ്റി കൂടും കുറയും, സ്റ്റേബിൾ ആവും. അക്കാഡമിക് പെർഫോമൻസ് കൂടും കുറയും, സ്റ്റേബിൾ ആവും. അപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സംതിങ് varies. Okay, it can also be explained as quantity or a number that will vary. You will have different values. കണ്ടോ? അതായത് ക്വാണ്ടിറ്റി, അതായത് ക്വാളിറ്റി ഓഫ് ക്വാണ്ടിറ്റി, ഒരു നമ്പർ. സ്ട്രെസ് 80% സ്ട്രെസ്, ആൻസൈറ്റി 30% ആൻസൈറ്റി. അതായത് നമ്പർ ഉണ്ടാവുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടാവുക, ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടാവുന്ന, വാല്യൂ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. In the introduction session, a study on emotional intelligence and self-esteem of adolescents in India was mentioned. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്, സെൽഫ് എസ്റ്റീം ഇൻ അഡോളസൻസ് ഇൻ ഇന്ത്യ? എന്തൊക്കെയാണ്? A study on emotional intelligence, self-esteem of adolescents in India. ഇതിലെ വേരിയബിൾസ് ഏതൊക്കെയാണ്? അതായത് ഇമോഷണൽ ഇന്റലിജൻസ് സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടോ അഡോളസൻസ് ഇന്ത്യയിലെ? ഇതിലെ വേരിയബിൾസ് ഏതൊക്കെയാണ്? അഡോളസൻസ് ആണോ? അല്ല, ഒരിക്കലും അല്ല. പോപ്പുലേഷൻ ആണ്. ഇവിടെ വേരിയബിൾ ഏതൊക്കെയാണ്? ഇമോഷണൽ ഇന്റലിജൻസ്, സെൽഫ് എസ്റ്റീം. കണ്ടോ? ഇമോഷണൽ ഇന്റലിജൻസും സെൽഫ് എസ്റ്റീമും ആണ്. Any doubt? അതായത് ഒരു സ്റ്റഡിയില് വാരി ചെയ്യണം. ആ പോപ്പുലേഷൻ എന്ന ആളുകൾ, ഏത് ആളുകളെയാണോ നമ്മൾ പഠിക്കാൻ എടുക്കുന്നത്, അതാണ് പോപ്പുലേഷൻ. ഇൻ ദ സ്റ്റഡി, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ക്യാൻ ബി ടേംഡ് ആസ് വേരിയബിൾസ്. ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ് ഹാസ് ടു ബി ഹൈ ഓർ ലോ ഇൻ ദ കേസ് ഓഫ് സെൽഫ് എസ്റ്റീം. കേട്ടോ, ഇമോഷണൽ ഇന്റലിജൻസ് ഹൈയോ ലോയോ ആവാം, സെൽഫ് എസ്റ്റീം ലോയോ ഹൈയോ. ഓക്കെ ആണോ? Both these variables can possess varied values. രണ്ടിലുള്ള വാല്യൂസ് വേറെ. അത് വാരി ചെയ്യുന്ന വാല്യൂസ് അഡോളസൻസിന് വാരി ചെയ്യോ? ഹൈ ലോ അഡോളസൻസ് ആവോ? ഇല്ല, അത് വാരി ചെയ്യുന്നത് പോപ്പുലേഷൻ ആണ്. ഈവൻ ജെൻഡർ ജെൻഡർ നമുക്ക് വേരിയബിൾ ആക്കാം. എങ്ങനെ? ജെൻഡർ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട്? മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ഗേ, അല്ലേ?
because it will vary in terms of male or female, transgender. Okay. Okay ആണോ? ഓക്കെ. അപ്പൊ ഇനി രണ്ട് മെയിൻ വേരിയബിൾസ് ഉണ്ട്. ഇത് 105 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഇവിടുന്നേ പഠിച്ചു പോയാൽ പെട്ടെന്ന് കിട്ടും. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. അതായത് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് ഇപ്പൊ ഓൺലൈൻ ഒരു സ്റ്റഡി ഞാൻ പറയുന്നത്, ഓൺലൈൻ സ്റ്റഡീസ് കാരണം സ്ട്രെസ് ഉണ്ടോ UP സ്റ്റുഡൻസ് ഇൻ കേരളം? പറഞ്ഞേ, ഏതൊക്കെയാണ് വേരിയബിൾ? ഏതൊക്കെയാണ് വേരിയബിൾ? എന്തൊക്കെയാ? ഓൺലൈൻ സ്റ്റഡീസ്, സ്ട്രെസ്. വെരി ഗുഡ്. അപ്പൊ ഇതിലെ പോപ്പുലേഷൻ ഏതാ മുംതാസ്? അല്ലെങ്കിൽ സിൻസിയ പറഞ്ഞേ. UP സ്റ്റുഡൻസ് ഇൻ കേരള. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആണല്ലോ. ഇതില് ഈ ഓൺലൈൻ സ്റ്റഡീസ് കാരണമാണ് സ്ട്രെസ് ഉണ്ടാവുന്നത് നോക്കുന്നത്. അതായത് ഓൺലൈൻ സ്റ്റഡീസ് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികളെ പോയി നമുക്ക് പഠിക്കാം. നമ്മൾ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കാം, നമുക്ക് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഞാൻ ഇന്ന് മുതൽ ഓൺലൈൻ വിദ്യാഭ്യാസം 1 മാസത്തേക്ക് ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് എന്നിട്ട് അവരുടെ സ്ട്രെസ് നോക്കാം. അല്ലെങ്കിൽ ഓൾറെഡി എവിടെയെങ്കിലും ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളെ സ്ട്രെസ് പോയിട്ട് അളക്കാം. അതായത് ഇവിടെ ഓൺലൈൻ വിദ്യാഭ്യാസം ഒന്നുകിൽ എനിക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു റിസർച്ചർ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ആയിട്ടുള്ള വേരിയബിളിനെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, the variable that is manipulated by researcher is independent variable. കേട്ടോ? Okay, in the study of effect of light on performance of individuals. കേട്ടോ? ഇവിടെ ലൈറ്റും പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽസും ആണ് വേരിയബിൾ. ഇവിടെ ലൈറ്റ് നമുക്ക് എന്താക്കാം? ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഇട്ടിട്ട് പെർഫോമൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അവിടെ ലൈറ്റ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. കണ്ടോ? A researcher can manipulate light to bright, dim, normal. ലൈറ്റ് ആദ്യം ബ്രൈറ്റ് ആക്കി, പിന്നെ ഡിം ആക്കി, പിന്നെ നോർമൽ. ഇവിടെ മാനിപ്പുലേഷൻ ആണ് നടക്കുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസം ഡെയിലി 3 സെഷൻ കൊടുത്തു, ഡെയിലി 2 സെഷൻ വേറെ ടീമിന് കൊടുത്തു, ഡെയിലി 1 സെഷൻ വേറെ ടീമിന് കൊടുത്തു. മാനിപ്പുലേഷൻ. ലൈറ്റ് ക്യാൻ ബി an example of independence. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന, സെലക്ട് ചെയ്യാവുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സിൻസിയ, മുംതാസ്, സിനി ആൻഡ് ഷഹനാസ് എല്ലാരും ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഷഹനാസ്, ഇസ് ദാറ്റ് ഓക്കെ? ഇനി അടുത്തതാണ്, ഈ ഇൻഡിപെൻഡന്റ് വെച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡൻസി. അതായത് ലൈറ്റിന്റെ കാരണം പെർഫോമൻസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം കാരണമാണ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കാരണം അക്കാഡമിക് പെർഫോമൻസ്. ഇവിടെ അക്കാഡമിക് പെർഫോമൻസ് അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം വ്യത്യാസം വരുന്ന വേരിയബിളിനാണ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞത്. In research, variable that is measured for changes when independent variable is manipulated as dependent variable. കേട്ടോ? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാറ്റം വരുന്ന വേരിയബിൾ. അതായത് സ്ട്രെസ്സും ആൻസൈറ്റി കൂടുമ്പോൾ ചിലപ്പോൾ അക്കാഡമിക് പെർഫോമൻസ് കുറയും. ഓൺലൈൻ സ്റ്റഡീസ് കൂടുമ്പോൾ സ്ട്രെസ് കൂടും. അതുപോലെ ലൈറ്റ് ഡിം ആക്കുമ്പോൾ കൂടുന്നുണ്ട് പെർഫോമൻസ്, അല്ല കുറയുന്നുണ്ട് പെർഫോമൻസ്. ബ്രൈറ്റ് ആക്കുമ്പോൾ കുറയുന്നുണ്ട്, നോർമൽ ആക്കുമ്പോൾ കൂടുന്നുണ്ട്. അതായത് ഇൻഡിപെൻഡന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? നോക്കിയേ. ഇതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഷുവർ സിനി. അതായത് Thank you. ഇൻഡിപെൻഡന്റ് ഡിഫറൻസ് വരും. ഇൻഡിപെൻഡന്റ് വേരിയബിളിന് മാറ്റം വരുമ്പോ മാറ്റം വരുന്ന വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൂടുമ്പോ കുറയുന്നതോ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ കുറയുമ്പോ കൂടുന്നതോ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൂടുമ്പോ ഡിപെൻഡന്റ് കൂടും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കുറയുമ്പോ ഡിപെൻഡന്റ് കുറയും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കൂടുമ്പോ ഡിപെൻഡന്റ് കുറയും, ഇൻഡിപെൻഡന്റ് കൂടുമ്പോ ഈ മൂന്നെണ്ണാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഈ ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇൻ ദ എബവ് എക്സാമ്പിൾ പെർഫോമൻസ് ഇസ് എക്സാമ്പിൾ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. കാരണം പെർഫോമൻസ്, അതായത് ലൈറ്റ് ആണ് എന്ത്? ഇൻഡിപെൻഡന്റ്. ലൈറ്റ് ബ്രൈറ്റ് ആക്കിയപ്പോ പെർഫോമൻസ് കുറഞ്ഞു, ലൈറ്റ് ഡിം ആക്കിയപ്പോ പെർഫോമൻസ് കുറഞ്ഞു, ലൈറ്റ് നോർമൽ ആക്കിയപ്പോ പെർഫോമൻസ് കൂടി. കണ്ടോ? ഇൻഡിപെൻഡന്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഡിപെൻഡന്റിൽ എന്ത് വരുന്നത്? വ്യത്യാസം. അതായത് ഇൻഡിപെൻഡന്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുന്ന വേരിയബിളിനെയാണ് എന്ത്? ഇവിടെ അക്കാഡമിക് പെർഫോമൻസിന് സാധനമില്ല. അക്കാഡമിക് സ്വന്തമായിട്ടൊരു സാധനമില്ല. സ്ട്രെസ് ആൻസൈറ്റി കാരണമാണ് അക്കാഡമിക് പെർഫോമൻസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇവിടെ ഓൺലൈൻ സ്ട്രെസ്സിന് ഒരു കാര്യമില്ല, ഓൺലൈൻ കാരണമാണ്. ഓൺലൈൻ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ സ്ട്രെസ് കൂടുകയോ കുറയുകയോ ചെയ്യും. ഓക്കെ ആണ്? വെരി ഗുഡ്. ഞാൻ ഓൺലൈനിൽ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ. സ്റ്റഡി ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ്. ഇതിൽ ഏതാണ് വേരിയബിൾസ്? ഏതാണ് വേരിയബിൾസ്? സ്ട്രെസ്സും ഉണ്ട്, പെർഫോമൻസും ഉണ്ട്. സ്ട്രെസ് ഒരു വേരിയബിൾ ആണ്, പെർഫോമൻസ് അടുത്ത വേരിയബിൾ ആണ്. ഇവിടെ സ്ട്രെസ് ആണ് എന്ത്? ഇൻഡിപെൻഡന്റ്. പെർഫോമൻസ് എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. സ്ട്രെസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് പെർഫോമൻസ് കൂടുകയോ. കേട്ടോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ കുഡ് ബി ദ വേ സ്ട്രെസ് ഇസ് ഫ്രെയിംഡ്. ഡിപ്പെൻഡന്റ് വേരിയബിൾ പെർഫോമൻസ്. ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് സ്ലീപ്പ് ഡ്യൂറേഷൻ ഓൺ മെമ്മറി പെർഫോമൻസ്. ഇവിടെ സ്ലീപ്പ് എത്ര സമയം കിട്ടുന്നു, അതെങ്ങനെ മെമ്മറിയെ ബാധിക്കാം? സ്ലീപ്പ് ഡ്യൂറേഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ മെമ്മറി, അതായത് സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ ആണ് മെമ്മറി പെർഫോമൻസ്. 8 മണിക്കൂർ ഉറക്കം കിട്ടുന്ന ആൾക്ക് നല്ല മെമ്മറി ഉണ്ട്, 3 മണിക്കൂറുള്ള ആൾക്ക് മെമ്മറി കുറവാണ്. സ്ലീപ്പ് ഡ്യൂറേഷനും മെമ്മറി പെർഫോമൻസും ആണ് ഇവിടെ എന്ത്? 2 വേരിയബിൾസ്. സ്ലീപ്പ് ഡ്യൂറേഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അഥവാ IV, മെമ്മറി പെർഫോമൻസ് ഡിപെൻഡന്റ് വേരിയബിൾ അഥവാ DE. ഓക്കെ ആണോ? നോക്കിയേ. എക്സാമിനിങ് ദ എഫക്ട് ഓഫ് ന്യൂ തെറാപ്പി ഓൺ ഡിപ്രഷൻ. അവിടെ ന്യൂ തെറാപ്പിയും ഡിപ്രഷനുമാണ് വേരിയബിൾസ്. ന്യൂ തെറാപ്പി ഇൻഡിപെൻഡന്റ് വേരിയബിളും, ഡിപ്രഷൻ ഡിപ്പെൻഡന്റ്. അപ്പൊ ന്യൂ തെറാപ്പി കൊടുക്കുമ്പോൾ ഡിപ്രഷൻ കുറയാം ഉണ്ടാകും. അപ്പൊ ന്യൂ തെറാപ്പി ഇൻഡിപെൻഡന്റും ന്യൂ തെറാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡിപ്രഷൻ ഡിപ്പെൻഡന്റ് വേരിയബിളുമാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ IV എന്നും ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നമ്മൾ DV എന്നും വിളിക്കാറുണ്ട്. ഓക്കെ ആണ്? ഓക്കെ ആണ്? ഒരു കൊണിഷ്ട പിടിച്ച സാധനമുണ്ട്, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ രണ്ടാമത്തെ സാധനം തന്നെ നമുക്ക് എടുക്കാം. കൊറോണ സമയത്ത് നമ്മൾ കുട്ടികളിൽ നേരിട്ട് കുറെ പ്രശ്നമാണ് മൊബൈൽ ഓൺലൈൻ സ്റ്റഡീസ് കാരണം കുട്ടികളിൽ അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഏതൊക്കെ വേരിയബിൾസ് പറഞ്ഞേ? ഓൺലൈൻ സ്റ്റഡീസ്, ഫോൺ അഡിക്ഷൻ. ഓൺലൈൻ സ്റ്റഡീസ് ഇൻഡിപെൻഡന്റും ഫോൺ അഡിക്ഷൻ ഡിപ്പെൻഡന്റ്. ഇവിടെ ഓൺലൈൻ സ്റ്റഡീസ് കാരണം മാത്രമാണ്
കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ വരിക? വേറെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? സോഷ്യൽ മീഡിയ അല്ലേ? ഈ ഓൺലൈൻ സ്റ്റഡീസിനെ പോലെ തന്നെയുള്ള ഒരു സാധനമാണ് കുട്ടികളുടെ അഡിക്ഷൻ വരുത്തുന്ന എന്ത്? സോഷ്യൽ മീഡിയ അല്ലേ? അല്ലേ? യെസ്. പക്ഷേ എനിക്ക് സോഷ്യൽ മീഡിയ വേണ്ട, എനിക്ക് ഓൺലൈൻ സ്റ്റഡീസ് മാത്രം, ഞാൻ ഓൺലൈൻ സ്റ്റഡീസ് മാത്രമാണ് റിസർച്ച് ചെയ്തത്, സോഷ്യൽ മീഡിയ ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ ഓൺലൈൻ സ്റ്റഡീസിനെ പോലെ തന്നെയുള്ള ഒരു വേരിയബിൾ ആണ് സോഷ്യൽ മീഡിയയിൽ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പോലെ തന്നെയുള്ള ഒരു വേരിയബിൾ. ഓക്കെ, ഈ വേരിയബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പെൻഡന്റിനെ എഫക്ട് ചെയ്തേക്കാവുന്നതാണ്. പക്ഷെ റിസർച്ചർക്ക് അത് ആവശ്യമില്ല. അതുകൊണ്ട് റിസർച്ചർ അതിനെ കൺട്രോൾ ചെയ്യണം. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുട്ടികളെ വേണം ഞാൻ ഈ ഒരു സ്റ്റഡിക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടികളെ കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിപ്പിക്കരുത്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പോലെയുള്ള വേരിയബിൾ, ഡിപ്പെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന വേരിയബിൾ, എന്നാൽ റിസർച്ചർക്ക് ആവശ്യമില്ലാത്ത വേരിയബിൾ, കൺട്രോൾ ചെയ്യപ്പെടേണ്ട വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ്ട്രീനിയസ് വേരിയബിൾ. വേരിയബിൾ that may impact or interfere in the relationship between independent and dependent. കേട്ടോ, ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും തമ്മിലുള്ള ബന്ധത്തില് കടന്നു കയറുന്ന ഒരാള്, അതിനെയാണ് എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡന്റിനെ പോലെ, ഓൺലൈൻ സ്റ്റഡി പോലെയുള്ള സാധനം തന്നെയാണ് എന്ത്? സോഷ്യൽ മീഡിയ. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫോൺ അഡിക്ഷനെ ബാധിച്ചേക്കാവുന്ന ഒരു സാധനമാണ്, പക്ഷെ റിസർച്ചർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യണം. ഇത്തരത്തിലുള്ള വേരിയബിളിനെയാണ് എക്സ്ട്രീനിയസ് വേരിയബിൾ അല്ലെങ്കിൽ EV എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഒരു സ്റ്റഡിയെ ബാധിച്ചേക്കാവുന്ന, സ്റ്റഡിക്ക് ആവശ്യമില്ലാത്ത വേരിയബിൾ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഒരു സ്റ്റഡിയെ ബാധിച്ചേക്കാവുന്ന, സ്റ്റഡിക്ക് ആവശ്യമില്ലാത്ത. നോക്കിക്കേ, in the above example, noise can interfere in the relation between IV and DV. കണ്ടോ, ഇവിടെ above example എന്താ? ലൈറ്റ് പെർഫോമൻസിനെ ബാധിക്കും. നമുക്ക് ലൈറ്റ് ആണ് വേണ്ടത്, പക്ഷെ നോയ്സും പെർഫോമൻസിനെ ബാധിക്കാം. അപ്പൊ നോയ്സ് പക്ഷെ എനിക്ക് വേണ്ട, അപ്പൊ ഞാൻ എന്താക്കണം? നോയ്സ് ഇല്ലാത്തൊരു റൂമിൽ വേണം സബ്ജക്റ്റിനെ കൊണ്ടുപോയിട്ട്. അവിടെ നോയ്സ് എന്താണ്? എക്സ്ട്രീനിയസ് വേരിയബിൾ ആണ്, എനിക്കത് ആവശ്യമില്ല. നോയ്സിനെ കൺട്രോൾ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് പോസിബിൾ ടു ചേഞ്ച് ഇൻ DV. കണ്ടോ, ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ബാധിച്ചേക്കാവുന്ന ഒരു വിഷയമാണ് നോയ്സ്. ദാറ്റ് ഈസ് പെർഫോമൻസസ് ഡ്യൂ ടു EV. ചിലപ്പോ പെർഫോമൻസ് കുറഞ്ഞ ശബ്ദം കൊണ്ടായിരിക്കാം, അല്ലാണ്ട് ലൈറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കില്ല. എനിക്ക് പക്ഷെ ലൈറ്റിന്റെതാണ് അറിയേണ്ടത്, അതുകൊണ്ട് ഞാൻ ശബ്ദത്തിന് എന്താക്കണം? കൺട്രോൾ ചെയ്യണം. ദാറ്റ് ഈസ് നോയ്സ് റാദർ ദാൻ IV. ദാറ്റ് ഈസ് ലൈറ്റ് അല്ലാതെ ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ആവാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് നോയ്സ്. അതായത് ഇൻഡിപെൻഡന്റിനെ പോലെയുള്ള, ഡിപ്പെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന, എന്നാൽ റിസർച്ചർക്ക് ആവശ്യമില്ലാത്ത, കൺട്രോൾ ചെയ്യേണ്ട വേരിയബിളിനെയാണ് എന്തെന്ന് പറയാ? എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അപ്പൊ ഒന്നുകൂടി പറയാണ്, ഒരു റിസർച്ചർ സെലക്ട് ചെയ്യുന്നതോ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾക്ക് അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വേരിയബിൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റിനെ പോലെ ഡിപ്പെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന, റിസർച്ചർക്ക് ആവശ്യമില്ലാത്ത, കൺട്രോൾ ചെയ്യേണ്ട വേരിയബിൾ എക്സ്ട്രീനിയസ് വേരിയബിൾ. ഇനി ഒരു 3 വേരിയബിൾ ഉണ്ട്, നാലെണ്ണം കൂടി ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും ക്വാളിറ്റേറ്റീവ് വേരിയബിളും. നമ്പറിൽ എണ്ണാൻ പറ്റുന്ന വേരിയബിളിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഏജ് 10 വയസ്സ്, 6 വയസ്സും 4 മാസവും, അതൊക്കെ എന്താണ്? നമുക്ക് നമ്പർ വെച്ച് പറയാം. ഹൈറ്റ് 173 സെന്റിമീറ്റർ, വെയിറ്റ് 56 കിലോഗ്രാം. അങ്ങനെ ദിസ് ഇസ് ദ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി ന്യൂമറിക്കലി റെപ്രസെന്റ്. നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഇന്റലിജൻസ് ക്വോഷ്യന്റ്, IQ, വെയിറ്റ്, ഹൈറ്റ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇനി കാറ്റഗറിയിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഡിപ്രഷൻ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഇനി ആവറേജ്, എബോ ആവറേജ്, ബിലോ ആവറേജ്, ഇങ്ങനെ കാറ്റഗറികളായിട്ട് പറയുന്നത്. അതായത് സ്കിൻ ടോൺ ഡാർക്കർ,
ലൈറ്റർ, ഫെയർ. This has measurable characteristics that are not number but categorical ആണ്. Gender, male and female. Socio-economic status, സാമ്പത്തിക സ്ഥിതി, ഹൈ ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്. റിലീജിയൻ, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം. ഇതൊക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. നമ്പർ പറയാൻ പറ്റില്ല, കാറ്റഗറി വെച്ച് പറയുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് വേരിയബിൾ ഉണ്ട്. സച്ച് എ വേരിയബിൾ ഹാസ് എനി വാല്യൂ ആൻഡ് ഇസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. എനി വാല്യൂ ആണ്, പക്ഷെ കണ്ടിന്യൂസ് ഇൻ നേച്ചർ ആണ്. വെയിറ്റ് 56.98, 2 years 5 months. ആണോ? കണ്ടിന്യൂസ്. ഇനി ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ട്. ദിസ് ഈസ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് 2 years. അതായത് എത്ര ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. 30-നും 40-നും ഇടയ്ക്ക്, 65 വയസ്സിനും 75 വയസ്സിനും ഇടയ്ക്ക്. ഇതൊക്കെ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. നേരെ മറിച്ച് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്, കൃത്യം ഒറ്റ പോയിന്റിൽ പറയാൻ പറ്റും. 56.8, 62.7, 81. ഇതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. നേരെ മറിച്ച് നമ്മൾ പറയാണ്, ഏകദേശം എനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് 25-നും 30-നും ഇടയ്ക്ക് വേണം. ആ കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ്. കറക്റ്റ് പറയുന്നില്ല, ഏകദേശം 2 നമ്പറും അതിന്റെ ഇടയിലാണെന്ന് പറയും. ഇതിനാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 7 വേരിയബിൾസ് പഠിച്ചു. ഇൻഡിപെൻഡന്റ് വേരിയബിള്, ഡിപെൻഡന്റ് വേരിയബിള്, എക്സ്ട്രീനിയസ് വേരിയബിള്, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിള്, ക്വാളിറ്റേറ്റീവ് വേരിയബിള്, കണ്ടിന്യൂസ് വേരിയബിള്, ഡിസ്കണ്ടിന്യൂസ് വേരിയബിള്. എനിക്ക് വേണ്ടത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരു 10 സ്റ്റഡി നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എഴുതും. 10 സ്റ്റഡി നെറ്റിൽ നോക്കിയാൽ ചാറ്റ്ജിപിറ്റിയിലൊക്കെ നോക്കിയാൽ മതി. ഓരോ സ്റ്റഡി എഴുതാം, സ്റ്റഡിയുടെ പേര് എഴുതാം, എന്നിട്ട് അതിൽ ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ, പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഏതാണ് പോപ്പുലേഷൻ എന്നും എഴുതുക. ഓക്കെ ആണോ? നാളെ എനിക്ക് എന്ത് ചെയ്യണം? ആ നോട്ട് ജസ്റ്റ് നിങ്ങൾ തുറന്ന് കാണിച്ചു തരണം. അതായത് നിങ്ങളെ മുഖം വേണ്ട, നിങ്ങളെ ക്യാമറ ഓണാക്കാം, എനിക്ക് ആ വർക്ക് ചെയ്തത് കാണിച്ചു തരാം. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റിന്റെ 5 വീതമുള്ള എക്സാമ്പിൾസും എഴുതി വരാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, സൈക്കോളജി നിങ്ങൾ എവിടൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ. പിന്നെ നിങ്ങൾ 3rd ഇയറിൽ പ്രോജക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, 2nd ഇയറിൽ 105 പഠിക്കാൻ പോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഇതുണ്ട്. ഇപ്പോഴേ ഇത് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാകും. നോട്ട് എല്ലാവരും മേടിച്ചോ? അത് കേൾക്കട്ടെ. ഞാൻ സ്റ്റാറ്റിക് ഒരു നോട്ട് നിർബന്ധമായിട്ട് പറഞ്ഞ സ്റ്റാറ്റിക് മാത്സ് ആണ്. സ്റ്റാറ്റിക് നോട്ട് മേടിച്ചോ? വെരി ഗുഡ്. അപ്പം ഈ വർക്ക് ഞാൻ എപ്പോഴും വർക്കൊന്നും തരില്ല, പക്ഷെ തരുന്ന സമയത്ത് മാക്സിമം അത് ചെയ്യാൻ വേണ്ടി 15-20 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പൊ നമുക്കിങ്ങനെ കോളേജിലൊക്കെ പഠിച്ചു പോകുന്ന തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് 5 മണിക്ക് ക്ലാസ് ഉണ്ട്. 5 മണിക്കാണോ 5:30ക്കാണോ? ഒരു കാര്യം ചെയ്യാൻ 5:30ക്ക് എടുക്കാൻ വേണ്ടി പറയാം കേട്ടോ മിച്ചുനോട്. കാരണം ഇപ്പം കഴിഞ്ഞല്ലോ. ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വന്നതാണ്. ഐ മീൻ അവിടെ എനിക്ക് രാവിലെ വേണ്ടി. നാളെ സ്റ്റാർട്ട് രാവിലെ തന്നെ ആയിരിക്കും കേട്ടോ. നാളെ മുതൽ രാവിലെ തന്നെ. അപ്പം ഇന്ന് ഇത്രയും മതി. ക്ലാസ് ചോദിച്ചോട്ടെ? ചോദിക്കടാ. അപ്ലൈഡ് എത്തിക്സിന്റെ പ്രീവിയസ് ക്ലാസ് ഉണ്ടോ ആപ്പില്? ഇല്ല, അപ്ലൈഡ് എത്തിക്സ് എടുക്കാൻ വേണ്ടി പോകുന്നുള്ളൂ കേട്ടോ. ഈ വർഷം ജൂണിൽ എഴുതണതിന്റെ മുന്നായിട്ട് എടുക്കുവോ? ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ക്ലാസ് പറയും. എനിക്ക് ലൈവ് ക്ലാസ് അങ്ങനെ മോർണിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അധികം. കുഴപ്പമില്ല. നോ ഇഷ്യൂസ്. അന്ന് രാത്രി എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി വീഡിയോ കാണും. അത് അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ അല്ലെ? 3 ക്ലാസ് ഞാൻ കണ്ടു. അപ്ലോഡ് ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. സമ്മൊക്കെ ചെയ്താൽ ഞാൻ നോക്കൂട്ടോ.